ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴേ തുടക്കം സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കുള്ള വിഷയമാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നത്. ഈ രണ്ട് നടപടികൾ കത്തുന്നത് ഇപ്പോഴും സർക്കാർ ഒരു മറുപടി ഇല്ല എന്നാണ്. ഇതിന്റെ ചോദ്യോത്തര വേളയിൽ 4 ചോദ്യങ്ങളെ സംബന്ധിച്ച് നൽകിയത്. ഈ 4 ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരമല്ല. എന്താണ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? നോട്ടീസ് കൊടുക്കാതെ സർക്കാർ സന്നദ്ധമാവില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം? അത് കൊടുത്തത് എന്നാ? സെപ്റ്റംബർ 19-നാണ്. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു സഭയിൽ സഹകരിച്ചല്ലോ. അല്ല, ഞാൻ പറയുന്നത് സെപ്റ്റംബർ 19-ന് നോട്ടീസ് കൊടുത്തു. അന്ന് അത് ചെയർ തള്ളി, സ്പീക്കർ അത് തള്ളി. അതിനുശേഷം സഭ നടന്നില്ലേ? സഭയിൽ സഹകരിച്ചല്ലോ. ഇനി പുതിയ സാഹചര്യം ഉണ്ട് എന്നാണെങ്കിൽ പുതുതായിട്ട് നോട്ടീസ് കൊടുക്കല്ലേ സാധാരണ രീതിയിൽ ചെയ്യാം. അല്ല, അന്ന് തള്ളിയതിൽ അവർക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് പിന്നെ സഭ സ്തംഭിപ്പിക്കുമായിരുന്നു. പിന്നീട് പ്രതിഷേധിക്കുമായിരുന്നു. സ്തംഭിപ്പിച്ചില്ലെങ്കിലും തുടർച്ചയായി പ്രതിഷേധിക്കുമായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ സാധാരണഗതിയിൽ സഭാ നടപടിക്രമങ്ങൾ നടന്നു. ഇന്ന് പുതുതായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ നോട്ടീസ് കൊടുക്കില്ലേ ചെയ്യുക. ഞാൻ ചോദിക്കും, നോട്ടീസ് കൊടുക്കുന്നതിന് ചെലവ് വല്ലതുണ്ടോ? ഇതിനു മുമ്പ് ഇതുപോലുള്ള വിഷയങ്ങൾ പല നിലയിൽ പ്രതിപക്ഷം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അല്ല, നോട്ടീസിൽ അല്പം ഭേദഗതി വരുത്തി കൊണ്ടുവരാവുന്നതേ ഉള്ളല്ലോ. നോട്ടീസിൽ ഭേദഗതി വരുത്തി അതെല്ലാ പ്രതിപക്ഷവും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്, അവർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. അല്ല, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തിട്ടല്ലേ പ്രതിഷേധം കൊണ്ടുവരിക. ഒരിക്കൽ തള്ളിയ വിഷയം പിന്നെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുക എന്നറിയാതിരിക്കാൻ മാത്രമുള്ള പാർലമെന്ററി അനുഭവം ഇല്ലാത്തവരൊന്നല്ല അവർ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പലതും.